മടിക്കൈ ആലമ്പാടി മൂലക്കോത്ത് തറവാട് പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം മാർച്ചിൽ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. പ്രസിദ്ധമായ മടിക്കൈ ആലമ്പാടി മൂലക്കോത്ത് തറവാട് പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം മാർച്ച് 5, 6, 7 തീയതികളിൽ നടക്കും. മഹോത്സവത്തിന്റെ വിജയത്തിനായി വിപുലമായ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. യോഗത്തിൽ രാമകൃഷ്ണൻ കാരണവർ, അമ്പൂഞ്ഞി കൊടക്കാരൻ എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി. മടത്തനാട്ട് രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മടിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തറവാടുകളിൽ ഒന്നാണ് മൂലക്കോത്ത് തറവാട്. പഴയകാലത്ത് തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു തറവാടായിരുന്നു മൂലക്കോത്ത് തറവാട്. ആ തറവാട്ടിൽ അംഗങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഭാഗമായി ഒരു വീട് പുതുക്കിപ്പണിത് പുതിയ വീട് നിർമ്മിക്കുകയും ഒരു പുതിയ ബ്രഹ്മകലശ പ്രതിഷ്ഠാ മഹോത്സവം നടത്തുന്നതിന് വേണ്ടി മാർച്ച് മാസം 5, 6 തീയതികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള വിജയകരമായ നടത്തിപ്പിന് വേണ്ടിയുള്ള സംഘാടന സമിതി രൂപീകരണ യോഗമാണ് ഇന്നിവിടെ ചേരുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഒരു തറവാട് എന്ന് വരുമ്പോൾ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എല്ലാവരെയും ഒത്തുചേർന്നുകൊണ്ട് വിളിച്ചു ചേർക്കാൻ ഇവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ചതിനെ ആദ്യമായി അവരെ അഭിനന്ദിക്കുകയാണ്. തറവാട് പ്രസിഡന്റ് VK ഭാസ്കരൻ മാവുങ്കാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കുഞ്ഞിരാമൻ ചെരിച്ചൽ സ്വാഗതം പറഞ്ഞു. ഐശ്വര്യകുമാരൻ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാനായി പെരിയങ്ങോട്ട് ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് ശ്രീനിവാസനെ തെരഞ്ഞെടുത്തു. മടിക്കൈ പഞ്ചായത്ത് മെമ്പർ രതീഷ്, മുൻ വൈസ് പ്രസിഡന്റ് O കുഞ്ഞികൃഷ്ണൻ, T ശ്രീനിവാസൻ, സുധാകരൻ പോത്തങ്കി, സുകുമാരൻ കണൂത്ത്, മോഹനൻ മൂലക്കോത്ത്, ലത, ദാമോദരൻ, രാജൻ, ബൈജു PV, പവിത്രൻ മൂലക്കോത്ത് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.